കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ബേസിക്കലി ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഡിസൈനിങ്ങിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ പറ്റും? ഇപ്പോൾ കണ്ടംപററി ഡിസൈൻ എല്ലാവരും ഒക്കെ പറയുന്ന ഡിസൈൻ, അത് ആ കാലഘട്ടത്തിൽ അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് അപ്പോഴത്തെ എന്താണോ ട്രെൻഡ് അതാണ് ട്രെൻഡ്. പക്ഷേ അത് ക്ലാസിക് ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ അത് എന്നും നിലനിൽക്കുന്നതാണ്. അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ക്ലാസിക്കൽ ഡിസൈൻ. നമ്മളൊക്കെ പലപ്പോഴും കാണുന്നത് നമ്മളുടെ നാടിൻ്റെ അല്ലെങ്കിൽ കൾച്ചറിൻ്റെ പ്രാദേശികമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാതെ അവിടുത്തെ ഡിസൈനുകൾ ഇവിടെ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ അത് കുറേ ആളുകൾ അങ്ങനെ വരും, കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്. പക്ഷേ പിന്നെ അവരെ സ്റ്റഡി ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അല്ലാതെ അവർ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീട് വേണം, പിന്നെ നാളെ അവർ സങ്കടപ്പെടുന്ന നമ്മൾ കാണില്ല. അതെ അതെ അതെ. അപ്പോൾ കൂടുതലും ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞ് കൊടുക്കണം നമ്മൾ. ഒരു എക്സാമ്പിൾ, നമുക്ക് ഒരു വീടിൻ്റെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സ്ലോപ്ഡ് റൂഫ്, യൂറോപ്പിലെ സ്ലോപ്ഡ് റൂഫിൻ്റെ പ്രൊജക്ഷൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ. പക്ഷേ ഈ ഡിസൈൻ നമ്മൾ കോപ്പി ചെയ്ത് ഇവിടെ ചെയ്യുന്ന സമയത്ത് സെയിം ഡിസൈൻ ആസ്പെക്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ സ്ലോപ്ഡ് റൂഫ് ഒരു ട്രോപ്പിക്കൽ വേ ഓഫ് തിങ്കിങ് ആണ്. അത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം നമ്മുടെ ഇവിടെ റെയിൻ കൂടുതലാണ്. അതെ. പക്ഷേ ആ സമയത്ത് നമുക്ക് പ്രൊജക്ഷൻസ് കൂടുതൽ കൊടുത്തിട്ട് ചെയ്യണം, എന്നാലേ നമ്മളെ വാളൊക്കെ പ്രൊട്ടക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ പല ആളുകളും ചിലപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കാതെ ചെയ്യുന്നതുണ്ട്. അത് കോപ്പി ചെയ്യാന്ന് പറയാൻ പറ്റില്ല, ഇമിറ്റേഷൻ നല്ല ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കി ചെയ്യാം.